കേരളത്തിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIRമായി ബന്ധപ്പെട്ട് വീട് വീടാന്തരം കയറിയുള്ള എന്യൂമറേഷൻ ഫോം സ്വീകരിക്കൽ സംസ്ഥാനത്ത് നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ നടക്കുകയാണ്. ഡിസംബർ 9 പട്ടികയും ഫെബ്രുവരി 7 അന്തിമ പട്ടികയും പുറത്തിറക്കും. പുതിയ പേരുകൾ വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലും മരണമടഞ്ഞവർ ഉൾപ്പെടെ തുടരുന്നതാണ് വോട്ടർ പട്ടികയിലെ പതിവ്. വോട്ടർമാരെല്ലാം എന്യൂമറേഷൻ ഫോം നൽകുന്നതുവഴി മരിച്ചവരെയും സ്ഥിരമായി സ്ഥലം മാറിപ്പോയവരെയും കണ്ടെത്തി വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനാകും. 2002 ശേഷം വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചവർ ഇന്ത്യൻ പൗരരാണെന്ന് തെളിയിക്കുന്ന രേഖകളിൽ ഒന്നുകൂടി ഹാജരാക്കണം. 2002 പട്ടികയിലുള്ളവർക്കും അവരുടെ മക്കൾക്കും പൗരത്വം തെളിയിക്കുന്ന രേഖ ഹാജരാക്കേണ്ടി വരില്ല. സംസ്ഥാനത്തെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന് നവംബർ 4 മുതൽ ആരംഭിക്കുന്ന നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ കാര്യങ്ങൾ പരിശോധിക്കാം. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ എല്ലാ വോട്ടർമാരുടെയും വീടുകൾ സന്ദർശിക്കും. വോട്ടർമാർക്കോ വീട്ടിലുള്ള അവരുടെ ബന്ധുക്കൾക്കോ ഫോമുകൾ പൂരിപ്പിച്ച് സത്യവാങ്മൂലം നൽകാം. ഈ കാലയളവിനുള്ളിൽ ഓൺലൈനായി പ്രക്രിയ പൂർത്തിയാക്കാമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല. എന്യൂമറേഷൻ ഫോമുകളിൽ വോട്ടർമാരുടെ പേരും വിലാസവും സീരിയൽ പാർട്ട് നമ്പർ, QR കോഡ്, വോട്ടർ റോളിലെ ഫോട്ടോ തുടങ്ങിയ മുൻകൂട്ടി അച്ചടിച്ച വിവരങ്ങൾ ഉണ്ടായിരിക്കും. എന്യൂമറേഷൻ ഫോമിൽ ഏറ്റവും പുതിയ ഫോട്ടോ നൽകാനും അടിസ്ഥാന വിവരങ്ങൾ പുതുക്കാനും വോട്ടർക്ക് അവസരമുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. SIR സമയത്ത് ഹാജരാക്കേണ്ട തിരിച്ചറിയൽ രേഖകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വിശദീകരണമെന്നും അദ്ദേഹം അറിയിച്ചു. എന്യൂമറേഷൻ ഫോമിൽ 2 കോളങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന്, 2002 SIR ഇലക്ട്രൽ റോളിൽ നൽകിയിരിക്കുന്ന വോട്ടറുടെ EPIC നമ്പർ പോലുള്ള വിശദാംശങ്ങൾ പൂരിപ്പിക്കുന്നതിന്. ഇതേ ഇലക്ട്രൽ റോളിൽ ഉൾപ്പെട്ട ബന്ധുവിന്റെ സമാന വിശദാംശങ്ങൾ പൂരിപ്പിക്കുന്നതിനുള്ള കോളമാണ് രണ്ടാമത്തേത്. ഈ വിവരങ്ങൾ നൽകാൻ BLOമാർ സഹായിക്കും. അത്തരം വിശദാംശങ്ങൾ ലഭ്യമല്ലെങ്കിൽ ഫോമിൽ വോട്ടറുടെയോ ബന്ധുവിന്റെയോ ഒപ്പ് അപേക്ഷയെ സാധുവാക്കും. 2025 വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിച്ചവർ ഡിസംബർ 9 പുറത്തിറക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ സ്വാഭാവികമായി ഉൾപ്പെടാമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 1ാം ഘട്ടം പൂർത്തിയാക്കുമ്പോൾ സ്ഥലത്തില്ലാത്തതും മാറി താമസിച്ചവരും മരിച്ചതുമായ വോട്ടർമാർ നീക്കം ചെയ്യപ്പെടും. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിനു ശേഷം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ തലത്തിലുള്ള വിശദ പരിശോധന ആരംഭിക്കും. ഈ ഘട്ടത്തിലാണ് രേഖകൾ സമർപ്പിക്കേണ്ടി വരിക. 2002 SIR റോളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമല്ലെങ്കിലോ ഡാറ്റാബേസുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിലോ മാത്രമാണ് രേഖകൾ ആവശ്യമായി വരിക. അത്തരം വോട്ടർമാരെ 3 വിഭാഗങ്ങളാക്കി തിരിച്ചായിരിക്കും രേഖകൾ പരിശോധിക്കുക. 1987 മുൻപ് ജനിച്ചവർക്ക് അവരുടെ ജനനത്തീയതിയും ജനന സ്ഥലവും സ്ഥാപിക്കുന്ന 13 രേഖകളിലൊന്ന് മതിയാകും. 1987 2004 ഇടയിൽ ജനിച്ചവർക്ക് അവരുടെ മാതാപിതാക്കളിൽ ഒരാളുടെ രേഖകളാണ് നൽകേണ്ടി വരിക. 2004 ശേഷം ജനിച്ച വോട്ടർമാർക്ക് 2 മാതാപിതാക്കളുടെയും ജനനത്തീയതിയും സ്ഥലവും സ്ഥാപിക്കുന്ന രേഖകൾ ആവശ്യമാണ്. ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവരാണെങ്കിൽ വിദേശത്തുള്ള ഇന്ത്യൻ മിഷൻ നൽകുന്ന ജനന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാം. രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നാച്ചുറലൈസേഷൻ വഴി വോട്ടർ ഇന്ത്യൻ പൗരത്വം നേടിയിട്ടുണ്ടെങ്കിൽ പൗരത്വ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. SIR പ്രക്രിയയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനായി പ്രചാരണ നടപടികൾ സംഘടിപ്പിക്കും. ഇന്നു മുതൽ ഈ നടപടികൾക്ക് തുടക്കമാകും. പ്രക്രിയ എത്രത്തോളം കാര്യക്ഷമമായി നടക്കുമെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ തിരഞ്ഞെടുത്ത പട്ടികവർഗ സെറ്റിൽമെന്റുകൾ ഉൾപ്പെടെ നേരിട്ട് സന്ദർശിക്കുമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഇനി ഹാജരാക്കാവുന്ന രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം. സർക്കാർ ജീവനക്കാരെങ്കിൽ ID കാർഡ്, പെൻഷനറെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ, സർക്കാർ പ്രാദേശിക ഭരണകൂടങ്ങൾ, ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, LIC പൊതുമേഖലാ ബാങ്കുകൾ 1987 മുൻപ് ഇഷ്യൂ ചെയ്ത ID കാർഡുകൾ, ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, സർവകലാശാലകളും ബോർഡുകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, സ്ഥിരതാമസം തെളിയിക്കുന്ന സംസ്ഥാന സർക്കാർ സർട്ടിഫിക്കറ്റ്, വനാവകാശ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, നാഷണൽ രജിസ്ട്രാർ ഓഫ് സിറ്റിസൺസ്, സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്റ്റർ, സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ചതിന്റെ സർട്ടിഫിക്കറ്റ്, ആധാർ എന്നിവയാണ് ഹാജരാക്കാവുന്ന രേഖകൾ. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.